ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ കൂടി അതിന് ഭയങ്കര പവർ ഉണ്ട്. പോയിന്റ്സ് നന്നായി പഠിച്ചു വെക്കുക, നന്നായി മനസ്സിലാക്കുക, എന്താണ് അതിന്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പഠിക്കുമ്പോ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഒന്നും കൂടി അലേർട്ട് ആയിരിക്കും. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. സോ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലുള്ളത് സൂപ്പർ നോട്ട്സും കൊണ്ടാണ്. ഓക്കെ, സൂപ്പർ നോട്ട്സ് നമ്മളെ ഹെമറ്റോളജി എന്നുള്ള സൂപ്പർ നോട്ട്സ് ആണ്. സോ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് മോഡ്യൂൾ കവർ ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ പോയിന്റ്സ്, ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിൽ കൂടി അതിന് ഭയങ്കര പവർ ഉണ്ട്. ഓക്കെ, അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. ഓക്കെ, സോ എന്തൊരു രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത്. ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ സൂപ്പർ നോട്ട്സ് ആണ്. ഓക്കെ, സോ ഈ സൂപ്പർ നോട്ട്സ് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ എല്ലാവരും എന്ത് വേണം, ഈ പോയിന്റ്സ് നന്നായി പഠിച്ചു വെക്കുക, നന്നായി മനസ്സിലാക്കുക, എന്താണ് അതിന്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. ഓക്കെ, സോ എല്ലാം ഓരോരോ വൺ ലൈൻ പോയിന്റ്സ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ അതിലെ കുറച്ച് എന്താ പറയാ, നമ്മളെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ നമ്മളെ മെഷർമെന്റ്സ്, പിന്നെ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്, അതിന്റെ SI യൂണിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതില് സിമ്പിൾ നോട്ട്സ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു PPTയിലെ രൂപത്തിൽ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കണം. എന്തായാലും ഇതുവരെ എത്തിയല്ലേ, അപ്പൊ ഈ സൂപ്പർ നോട്ട്സും കൂടി നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് PPT നന്നായി, വീഡിയോസ് നന്നായി കാണുക, കൂട്ടത്തിൽ സൂപ്പർ നോട്ട്സ് നന്നായി പഠിക്കുക. ഏതൊരു രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഓക്കെ ആൻസർ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും സഹായിക്കും ഇത്. സോ നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്ന the normal RBC count. Okay, the normal RBC count in males. Okay, males ലെ normal RBC count എന്തായാലും പഠിച്ചു വെക്കണം. 4.5 to 6. Okay, 4.5 to 6 millions per microliter ആണ് നമ്മളെ മെയിൽസിലെ കൗണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഫീമെയിൽസിൽ എന്താണ് 4 to 5.5 millions per microliter ആണ് ഫീമെയിൽസിൽ വരുന്നത്. സോ ആ ഒരു നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. എത്രയാണ് അതിന്റെ അളവ് എന്തായാലും പഠിച്ചു വെക്കണം. Then next one, normal hemoglobin range, that is in males-ഉം ഫീമെയിൽസിന്റെ നോർമൽ ഹിമോഗ്ലോബിൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 13 to 17 grams per deciliter, and that of females is 12 to 15 grams per deciliter. അതും നന്നായി പഠിച്ചു വെക്കുക, മാറിപ്പോവാൻ പാടില്ല, നന്നായി പഠിച്ചു വെക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Then MCV, that is mean corpuscular volume അല്ലെ, നമ്മൾ കുറെ കണക്ക് ചെയ്തതാണ്, ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തതാണ്. MCV, HC എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറെ ചെയ്തതാണ്. സോ ദാറ്റ് ഈസ് ഹെമറ്റോക്രൈറ്റ് into 10 by RBC count. ഓക്കെ, സോ അത് നന്നായി പഠിച്ചു വെക്കുക. Then reticulocyte count is an indicator of ബോൺ മാരോ ആക്ടിവിറ്റി അല്ലെ, നമ്മൾ ബോൺ മാരോ ആക്ടിവിറ്റിന്റെ ഇൻഡിക്കേറ്റർ ആണ് റെറ്റിക്കുലോസൈറ്റ്. നമ്മൾ ബോൺ മാരോ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോളിക്രോമാസിയ. വാട്ട് ഈസ് പോളിക്രോമാസിയ? പോളിക്രോമാസിയ മീൻസ് കുറെ കളർഫുൾ ആയിട്ടല്ലേ, കുറെ പോളി ആയിട്ടില്ലേ, കളേർഡ്. ഓക്കെ, കളേർഡ് ആയിട്ടില്ലേ ബ്ലഡ് സ്മിയറിനെ കാണുന്നതിന് പോളിക്രോമാസിയ എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താ, അത് ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ്സ്. ഓക്കെ, നമ്മുടെ ബ്ലഡിലെ ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോളിക്രോമാസിയ. ആ ഒരു സ്പെസിഫിക് ടേം നന്നായി ഓർത്ത് വെക്കുക, പോളിക്രോമാസിയ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നോർമൽ WBC count 4,000 to 11,000 microliters. Then monocytes transforms into macrophage. Okay, ഇതെല്ലാം ബേസിക് ആണ്. മോണോസൈറ്റ്സ്, ഓക്കെ, മോണോസൈറ്റ്സ് is getting transformed to macrophage. ഓക്കെ, അവര് ഡയപെഡിസിസ് വഴി അവര് എന്തിലേക്കാണ്, ടിഷ്യൂസിലേക്ക് എത്തിയിട്ട് അവിടെ മാക്രോഫേജ് ആയിട്ടാണ് പിന്നെ അവർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ടിഷ്യൂസില്. ക്ലിയർ അല്ലേ? സോ ഇത് നന്നായി പഠിച്ചു വെക്കുക, എല്ലാ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒരു എന്താണ്, നിങ്ങൾ പഠിച്ചു അല്ലെ, നിങ്ങളിപ്പം നിങ്ങളെ സ്വന്തമായിട്ടുള്ള റിവിഷൻ, നിങ്ങൾ ഓൺ റിവിഷൻ നിങ്ങളിപ്പോ ചെയ്തോണ്ടേ നിൽക്കുന്നുണ്ടല്ലേ. ഈ നിങ്ങൾ ഓൺ റിവിഷൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഇത് നോക്കുക. ഓക്കെ, ഒരു സൈഡ് ആയിട്ട് ഇത് നോക്കുമ്പോൾ എന്തുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് നിങ്ങളെ ഓർമ്മകളെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഇത് പഠിച്ചത് ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന്
ബ്രഷ് അപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനത്തെ പോയിന്റ്സ്, ഇങ്ങനത്തെ ഇനിയും കുറെ നമ്മളെ പാത്തോളജി, ദെൻ എന്താണ് നമ്മളെ ബയോകെമിസ്ട്രി, ഇങ്ങനെയുള്ള സൂപ്പർ നോട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, കുറെ സൂപ്പർ നോട്ട്സ് വരാൻ പോകുന്നുണ്ട്. സോ എന്താക്കണം, നിങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം, നല്ല രീതിയിൽ ഇതിനെ കാണണം. ഓക്കെ, എന്തായാലും നിങ്ങൾ ബൂസ്റ്റ് അപ്പ് ചെയ്യുന്നില്ല കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല പവറോടുകൂടെ ഇതിനെല്ലാം കണ്ടിട്ട് നന്നായി പഠിക്കുക. ഓക്കെ, സോ ഇതെല്ലാം കുഞ്ഞു പോയിന്റ്സ്, നല്ല പവറില്ല കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾ നല്ല ക്ഷമയോടുകൂടി കാണുക. അല്ലാണ്ട് ഇതെനിക്ക് അറിയാന്ന് വെച്ചിട്ട് നിങ്ങൾ അടിച്ചു പോകാൻ പാടില്ല. ഓക്കെ, സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ആ ഒരു പോയിന്റ്സ് എല്ലാം നന്നായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാൻ ശ്രമിക്കുക, എന്നാലേ കാര്യമില്ലോ. ഓക്കെ, സോ നമ്മളെ മറവി എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലേ. സോ അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഷോർട്ട് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിച്ച് വെക്കുക അല്ലെ. നമ്മളിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് കേൾക്കാം അല്ലെ. ജസ്റ്റ് ഒന്ന് കേട്ട് ജസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഓൺ റിവിഷനിൽ നിങ്ങൾ എന്തെല്ലാണോ പഠിച്ച അതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ നന്നായി റിഫ്രഷ് ചെയ്യുക. ഈ പോയിന്റ്സ് എല്ലാം നോക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഈ ഒരു പോയിന്റ് മറ്റു പോയിന്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ മോണോസൈറ്റ്സ് പറഞ്ഞു, മാക്രോഫേജസ് പറഞ്ഞു അല്ലെ, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് പറഞ്ഞു, അതിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഹിമോഗ്ലോബിൻ പിന്നെ ഏത് സ്റ്റേജിലാണ് കൂടുതൽ കാണുക, കൂടുതൽ സിന്തസിസ് ഏത് സ്റ്റേജിലാണ്, അങ്ങനെയുള്ള ഹെമറ്റോളജിയിൽ വരുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങളെ ബ്രെയിനിനെ ഒന്ന് എന്താ പറയാ, ഒന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ അത് ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ. ഓക്കെ, സോ ഇങ്ങനെ ആവുമ്പോ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. എക്സാം എത്തുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴേ ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം ആലോചിച്ച് നോക്കിയാല് നമുക്ക് എക്സാമിന്റെ ടൈമിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോ ഒക്കെ. ഓക്കെ, അതൊക്കെയാണ് മാറ്റം. നമ്മൾ ഡെയിലി പ്രാക്ടീസിന്റെ മാറ്റങ്ങളാണ് അതൊക്കെ. ഓക്കെ, അതെല്ലാം നിങ്ങൾ റിസൾട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. സോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. ഇതിൽ ഈ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നന്നായി ഓർത്തു വെക്കുക. കൂട്ടത്തിൽ നിങ്ങൾ ഈ പോയിന്റ്സ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഓർത്തു വെക്കുക. അപ്പൊ അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആവും നിങ്ങൾക്ക്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ന്യൂട്രോഫിൽ അബ്നോർമാലിറ്റീസ്. സോ നമ്മൾ ഇവിടെ ന്യൂട്രോഫിൽ അബ്നോർമാലിറ്റീസ് ആണ് നോക്കുന്നത്. ന്യൂട്രോഫിൽ അബ്നോർമാലിറ്റീസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ്, ദെൻ ബാൻഡ് സെൽസ് അല്ലെ, ബാൻഡ് സെൽസ്, സ്റ്റാബ് സെൽസ് പറയും, ദെൻ ഡോഗ്ലി ബോഡീസ് പറയും, ദെൻ ടോക്സിക് ഗ്രാനുലേഷൻസ് ഉണ്ട്, ഓരോ റോഡ്സ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് വിത്ത് മോർ ദാൻ 5 ലോബ്സ്. ഓക്കെ, 5 ലോബ്സിൽ കൂടുതൽ ഉള്ളതാണ് ഹൈപ്പർ സെഗ്മെന്റഡ്, അസോസിയേറ്റഡ് വിത്ത് megaloblastic anemia with vitamin B12 or folate deficiency. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. ഈ വിറ്റാമിൻസ് പറയുമ്പോൾ വിറ്റാമിൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരണം. ഓക്കെ, അതിന്റെ കോഎൻസൈംസ്, കോഫാക്ടേഴ്സ്, അവരെ ഏതൊക്കെയാണ് ഡെഫിഷ്യൻസീസ്, അതെല്ലാം ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓരോരോ പോയിന്റ്സ് വരുമ്പം അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. Then band cells or stab cells എന്ന് പറയും. Okay, band cells അല്ലെങ്കിൽ stab cells, they are immature neutrophils. Okay, band, stab എന്നെല്ലാം പറയുന്ന, blast എന്നെല്ലാം പറയുന്നത് that is related to immature cells നെ നമ്മൾ band cells, stab cells എന്നെല്ലാം പറയുന്നത്. Okay, so band cell അല്ലെങ്കിൽ stab cells, immature neutrophils with a non-segmented nucleus. Non-segment ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. Okay, ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്, with non-segmented nucleus associated with acute bacterial infection and the left shift in the blood counts. അതായത് കൂടുതൽ WBC counts കൂടുതലായിരിക്കും. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. Then toxic granulation. Next one is toxic granulation, dark Coras granules in the neutrophils. Okay, toxic granulation, severe bacterial infection and sepsis is the associated symptoms. That is, next one is Dolly bodies. Okay, blue gray cytoplasmic inclusions in the neutrophils. അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറെ ക്വസ്റ്റ്യൻ പേപ്പറിന് കണ്ടാണ് എന്താണ് ഡോളി ബോഡീസ്. ദേ ആർ ബ്ലൂ ഗ്രേ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്. അതുപോലെ അവര് ന്യൂട്രോഫിലിക് അബ്നോർമാലിറ്റീസ് ആണ്, അതിൽ വരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ,
Then they are associated with infections, burns, pregnancy, leukemoid reactions. ഇതൊക്കെ പഠിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഔറോർ ബ്രോഡ്സ്. ഔറോർ റോഡ്സും ഏതിൽ വരുന്ന ന്യൂട്രോഫിൽ അബ്നോർമാലിറ്റീസ് വരുന്ന ദേ ആർ റോഡ് ഷേപ്ഡ്. ഓക്കെ, അവരുടെ പേര് പോലെ തന്നെ ദേ ആർ റോഡ് ഷേപ്പ് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്. ചിലപ്പോൾ നമ്മൾ സിലിണ്ട്രിക്കൽ ആയിട്ടും പറയാം. ഓക്കെ, റോഡ് ഷേപ്ഡ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ദേ ആർ അസോസിയേറ്റഡ് വിത്ത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ AML. ഓക്കെ, അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, കൂടുതൽ ചോദിക്കുന്ന കാണാറുണ്ട്. ഈ രണ്ട് പോയിന്റ്സ് നന്നായി ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ ഇസ് ലിംഫോസൈറ്റ് അബ്നോർമാലിറ്റീസ്. ലിംഫോസൈറ്റ് അബ്നോർമാലിറ്റീസ് വരുന്നതാണ് റിയാക്റ്റീവ് ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ എറ്റിപ്പിക്കൽ ലിംഫോസൈറ്റ്സ്. ഓക്കെ, അത് പേര് പോലെ തന്നെ നമുക്കറിയാം ലാർജർ അല്ലെങ്കിൽ ഇറഗുലർലി ഷേപ്ഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈറൽ ഇൻഫെക്ഷൻ, എസ്പെഷ്യലി ഇൻഫെക്ഷ്യസ് mononucleosis. Okay, infectious mononucleosis by Epstein-Barr virus. Okay, that is associated with atypical lymphocytes. Atypical lymphocyte, reactive lymphocytes vera, atypical lymphocytes vera, reactive lymphocytes vera. അത് ലാർജർ ആണ്, ഇറഗുലർ ഷേപ്ഡ് ആണ്. ഓക്കെ, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? ദേ ആർ അസോസിയേറ്റഡ് വിത്ത് വൈറൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, വൈറൽ ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി ദ മോണോന്യൂക്ലിയോസിസ് ബൈ Epstein-Barr virus. അത് അങ്ങനെ തന്നെ അത് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ സ്മഡ് സെൽസ് ബ്രോക്കൺ. സ്മഡ് സെൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പോലെ തന്നെ ബ്രോക്കൺ ആയിരിക്കും, സ്മഡ്ജ് ആയിട്ടുള്ളതായിരിക്കും. ഫ്രജൈൽ ആണ് ലിംഫോസൈറ്റ് സീൻ ഇൻ ദ blood smear. Okay, they are associated with CLL. CLL means chronic lymphocytic leukemia. CLL. Then വരുന്നതാണ് plasma cells. That is fully differentiated. നമുക്കറിയാം B cells producing അല്ലെ, B cells producing antibodies ആണ് plasma cells. They are associated with multiple myeloma, Waldenstrom's macroglobulinemia. അതെന്തായാലും പഠിച്ചു വെക്കണം. ഡിസീസിന്റെ പേര് അസോസിയേറ്റഡ് വിത്ത് Waldenstrom's macroglobulinemia. Okay, then multiple myeloma. They are associated with plasma cell. Lymphocyte abnormalities il varuna plasma cells le connected aanu. Then next one is hairy cells. Hairy cells nu parnale B cells. Okay, B cells inde cytoplasmic projections ആണ്. Cytoplasmic projections കൂടെ വരുമ്പോൾ നമുക്ക് അത് ഹോൾ ടുഗദർ ആയിട്ട് നമുക്കൊരു hairy feeling ആയിരിക്കും. Okay, that is hairy cells and they are ലുക്കീമിയ ആയിട്ട് അസോസിയേറ്റഡ് ആണ് ഹെയറി സെൽസ്. ഹെയറി സെൽസ് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. പിന്നെ പ്ലാസ്മ സെൽസിൽ വരുന്ന ആ രണ്ട് ഡിസീസ് മൾട്ടിപ്പിൾ മൈലോമ കുറെ എണ്ണത്തില് കോമൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ Waldenstrom's ഡിസീസ് എന്തായാലും നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഓക്കെ അല്ലേ? Next one is monocyte abnormalities. First one, abnormal monocyte. That is immature monocytes. അല്ലേ? Larger ആയിരിക്കും, immature monocytes ആണ് and associated with CMML. What is CMML? Chronic myelomonocytic leukemia. Clear? Okay, then tuberculosis ആയിട്ട് associated ആണ്. പിന്നെയുള്ളത് vacuolated monocytes. They are monocytes with vacuoles in the cytoplasm. Okay, associated with severe infection, sepsis and storage disease ഒക്കെ ആയിട്ട് associated ആണ്. പഠിച്ചു വെക്കുക. monocyte abnormalities ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. Next one is eosinophilic abnormalities. That is hypersegmented eosinophils. Eosinophils with more than 2 lobes. അല്ലെങ്കിൽ എന്താണ് ഹൈപ്പർ സെഗ്മെന്റഡ് അല്ലെ, നമുക്ക് ഹൈപ്പർ സെഗ്മെന്റഡ് എന്ന് പറയുമ്പോൾ അറിയാം രണ്ടിൽ കൂടുതൽ ഉണ്ടാവുന്നത്. Then they are associated with eosinophilic disorder, myelodysplastic syndromes. Okay, myelodysplastic syndromeലും associated ആണ്. പിന്നെ ഉള്ള ആളാണ് Charcot Layton crystals. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അധികം കാണാറുണ്ട്. Charcot Layton crystal, they are derived from eosinophilic breakdown. Okay, allergic reactions അല്ലെങ്കിൽ parasitic infections ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ eosinophilsന്റെ breakdownൽ ഉണ്ടാവുന്ന ആ ഒരു crystals ആണ് Charcot Layton crystals. Okay, so ആ പേര് പഠിച്ചു വെക്കുക, എന്തിന്റെ ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പഠിച്ചു വെക്കുക. Next one is basophil abnormalities.
basophilia, that is increased number, okay, basophils in the number condition which is associated with allergic reactions. First of all, allergic reaction, then chronic myeloid leukemia associated on it, then basophilic stipplings, that is stipplings fine granules fine dark granules in the cytoplasm. They are associated with lead poisoning, very important, lead poisoning, okay, associated with lead poisoning, thalassemia and chronic inflammation. Lead poisoning ennu parante choikkunnathu ede condition is associated with lead poisoning. Okay, basophilic stippling aanu associated with lead poisoning, adu important aanu padichu vekkanam. Next one is blast cells. Ee blast cells that is immature cells aanu alle njan parnille immature cells aanu blast cells. Okay, blast ennu parayna aa oru term kekkumbom thanne ningale manasil varanam, that is something related to immature, immaturity, immature, ചെറുത്, അങ്ങനെ ആ ഒരു മീനിങ് വരുന്നതാണ് ബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. First one is myeloblast, immature precursors of granulocytes which is associated with acute myeloid leukemia, AML associated ആണ്. Okay, myeloblast. Then lymphoblast, immature precursors of lymphoblast, alla immature precursors ആണ് blast വന്നു. Associated with ഈ association ഏതായിട്ടാണ് associated ചെയ്തിട്ടുള്ളത് നന്നായി ഒന്ന് ഓർത്ത് വെക്കുക. Okay, acute lymphoblastic leukemia, ALL. Then monoblast, immature precursors of monocytes, that is associated with acute monocytic leukemia. Okay, so ഇത് നിങ്ങൾ ഒന്നിക്കലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ലവർക്ക് എഴുതി പഠിച്ചു വെക്കുക. ഓക്കെ, അത് ഒറ്റ തവണ വേണ്ടും അല്ലെ, പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിൽ അങ്ങ് നിന്നോളും. സോ ഈ കാര്യങ്ങൾ എന്തായാലും പഠിക്കുക, സൂപ്പർ പോയിന്റ്സ് ആണ്. സോ മാർക്ക് വേണമെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ പഠിക്കണം, PSC ക്വാളിഫൈ ചെയ്യണ്ടേ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഹെമറ്റോളജിയിലെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, സിക്കിൾ സെൽ അനീമിയ. നമുക്കറിയാം എന്താണ് glutamic acid valinite, that is mutation in the beta globin chain ആണ്. Then thalassemia എന്ന് പറയുന്നത് globin chain production, okay, എന്താണ് disorder affecting globin chain production. Then acanthocytes എന്ന് പറയുന്നത് liver disease, okay, acanthocytes liver disease ആയിട്ട് connected ആണ്. Spirocytes എന്ന് പറഞ്ഞാൽ hereditary spherocytosis and target cells is related to thalassemia. ഓക്കെ, ടാർഗറ്റ് സെൽ ഇംബാലൻസ്ഡ് അല്ലെ, ഒരു ഫ്ലോപ്പി തിൻ ലൈക്ക് ആയിരിക്കും അല്ലെ ടാർഗറ്റ് സെൽസ്, നമ്മൾ ഇംബാലൻസ്ഡ് RBC ആയിരിക്കും. നെക്സ്റ്റ് വൺ, the intrinsic pathway is assessed using activated partial thromboplastin time. ഏതാണ് APTT, okay, associated partial thromboplastin ടൈമിലാണ് അസോസിയേറ്റ് ഇൻട്രിൻസിക് പാത്വേ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നന്നായി ഓർത്തു വെക്കണം, മാറിപ്പോയിക്കൂടാ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ക്വസ്റ്റ്യൻ. നിങ്ങൾ എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്ട് ആദ്യം ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പക്കയാക്കി വെക്കുക. ഓക്കെ, ദെൻ മെല്ലെ മെല്ലെ നമുക്ക് കുറച്ചുകൂടിയും ഇലാബറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എന്താവുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു ഓർമ്മ വെച്ചിട്ടെല്ലാം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ടായിരിക്കും. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, നല്ല സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാച്ചിക്കുറുക്കിട്ടെടുത്തതാണ് സൂപ്പർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും പോയിന്റ്സ് വരാനുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന അപ്പം ഡെയിലി ഇടുന്ന ഓരോരോ പോയിന്റ്സ്, ഓരോരോ നോട്ട്സ് വെച്ചിട്ട് നാളെ എന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ആ ഡേ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ആ ഡേ തന്നെ അതിന്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അതൊരു എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഓക്കെ, സോ APTT ഓർത്തു വെക്കണം. Then the extrinsic pathway is assessed using prothrombin time അല്ലെ, PT വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ അസസ് ചെയ്യുന്നത്. Then vitamin K is essential clotting synthesis of clotting factor 2, 7, 9 and 10. ഓക്കെ, അത് നന്നായി പഠിച്ചു വെക്കുക. മാറിപ്പോയിക്കൂടാ, മറന്നുപോയിക്കൂടാ, ഒരു പോയിന്റ് ഒന്നും മിസ് ചെയ്തുകൂടാ. അത് കറക്റ്റ് ആയിട്ട് 4 ഉണ്ട്, 2 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, then 10 ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. Then hemophilia A is factor 8 deficiency ആണ്. Hemophilia B is due to
factor 9 deficiency, that is Christmas factor 9 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ക്രിസ്മസ് ഫാക്ടർ എന്നുള്ള കാര്യം ഓർമ്മിക്കണം. Then D dimer is a marker of fibrinolysis. Okay അല്ലേ? Next one is warfarin inhibits vitamin K dependent clotting factors. Then you are having heparin enhances the action of antithrombin. അല്ല natural ആയിട്ടുള്ള thrombin ആണ് antithrombin, natural ആയിട്ടുള്ള anticoagulant ആണ് antithrombin എന്ന് പറയുന്ന fibrin degradation products FDPs are elevated in DICs. Okay, disseminated intravascular coagulation le fibrin degradation product elevate ചെയ്തിട്ട് കാണാം. Von Willebrand disease is most common inherited bleeding disease. Okay, കുറേ ഡിസീസിന്റെ പേര് തന്നില്ലേ, ഇതിൽ മോസ്റ്റ് ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ Von Willebrand disease ആണ് നിങ്ങൾ കറക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി വേറെ എന്ത് വന്നാലും സിക്കിൾ സെൽ അനീമിയ, തലസീമിയ എന്ത് വന്നാലും ശരി നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യണം? Von Willebrand disease ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കറക്റ്റ്, ഓക്കെ, ചൂസ് ചെയ്യേണ്ടത്. Okay, is the most common inherited bleeding disorder. Next one is Philadelphia chromosome. Philadelphia chromosome namakariya translocation ആണല്ലേ 22 ന്ന് 9th ലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ക്രോമസോം നമ്പർ അപ്പൊ 22ന്റെ ആ ഒരു സൈസ് ഒന്ന് കുറയും. ഓക്കെ, ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് CML ആയിട്ട് അസോസിയേറ്റഡ് ആണ് ഈ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റീഡ്-സ്റ്റേൺബർഗ് സെൽസ്. വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോഡ്കിൻസ് ലിംഫോമ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. റീഡ്-സ്റ്റേൺബർഗ് അല്ലെങ്കിൽ തിരിച്ചു മറിച്ചു എങ്ങനെ വേണം ചോദിക്കാം. Then right Gisma stain is associated with peripheral blood smearing test. Peripheral blood smear testing in useful on the right Gisma stain. Then reticulocyte count is assessed using supravital stain. ഏതാണത്? ന്യൂ മെത്തിലിൻ ബ്ലൂ ആണ് നമ്മൾ സുപ്രാവൈറ്റൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ. ദെൻ ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസിലാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി. ദെൻ ഹെയ്ൻസ് ബോഡീസ് അല്ലെ, ഹെയ്ൻസ് ബോഡീസ് എന്താണ്? Heinz bodies are detected using a supravital stain in G6PD deficiency. Okay, നമ്മളെ Heinz bodies പറയുമ്പോൾ നമ്മളെ ഹിമോഗ്ലോബിൻ സംടൈംസ് ഡീനേച്ചർഡ് ആയി പോകും എന്തെങ്കിലും ഡെഫിഷ്യൻസി കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ്, ഓക്കെ, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ ഹെയ്ൻസ് ബോഡീസ് ഫോർമേഷൻ നടക്കും. നമ്മൾ RBC ഡിഗ്രഡേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഹെയ്ൻസ് ബോഡീസ്, ഓക്കെ, G6PD deficiency. Okay, supravital stain ആണ് യൂസ് ചെയ്യുന്നത് in G6PD deficiency. The next one is eosinophils fight parasitic infections and are involved in allergic reactions. Okay, eosinophils ആണ്. Then histamines release out ചെയ്യുന്ന ആരെയിൽ നിന്നാണ്? basophils and mast cells ആണ്. Okay, they releases histamines. അത് മാറിപ്പോയിക്കൂടാ. Then coming to IgG. Okay, IgG is the most abundant antibody in serum and can cross the placenta. IgG, okay, IgG can cross the പ്ലാസൻഡ. സോ അത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. എങ്ങനെ ജി ഇല്ലേ, ജി ഇങ്ങനെയല്ലേ എഴുതുക? ഇതൊരു എന്താ പറയാ, പ്രഗ്നന്റ് ലേഡീന്റെ ഒരു സ്റ്റമക്ക് പോലെ ഇല്ലേ ജി എഴുതുമ്പം ഇങ്ങനെ കുറച്ച് കേർവ്ഡ് ആയിട്ട് വന്നിട്ട്. അപ്പം ഇത് ജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്ലാസൻഡ. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, IgG അപ്പം മറക്കില്ല. IgA is found in mucosal secretion like tears, saliva, breast milk ലൊക്കെ IgA ആണ്. ഓക്കെ, ദെൻ IgM സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, അത് ഒരു മാറ്റം വരുത്തിക്കൂടാ, അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് സ്പെസിഫിക് ആണ്. സോ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് ഇതുപോലെ ഇപ്പൊ ഓർത്ത പോലെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, IgM is the first antibody produced during the immune response. ഫസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന IgM. Then IgE, ഓക്കെ, അലർജിക് റിയാക്ഷൻസും പാരസൈറ്റിക് ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവുമ്പം IgE ആണ് കൂടുക. Then IgD is ഫൗണ്ട് ഇൻ ബി സെൽ സർഫസിലാണ് കാണപ്പെടുന്നത്. സോ ഈ കാര്യങ്ങളൊന്ന് നന്നായി പഠിക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇമ്യൂണോഗ്ലോബുലിൻസിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നന്നായി പഠിക്കുക. The next one is live attenuated vaccines. Okay, ഇതും പഠിക്കണം. ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻസിന്റെ പേര് എന്തൊക്കെയാണ്? BCG ഉണ്ട്, MMR ഉണ്ട്, വാരിസെല്ല ഓർ
OPV, that is oral polio. Okay, ഈ കാര്യങ്ങൾ 4 വരുന്നത്. Then inactivated vaccines, polio, hepatitis A, influenza വരുന്നുണ്ട്. Then subunit vaccine ലാണ് HPV, hepatitis B വരുന്നത്. അത് ആ ഒരു പോയിന്റ്സ് നന്നായി പഠിക്കുക. എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവും ഇതൊക്കെ. ഓക്കെ, ഇങ്ങനെ പറയുന്ന സൂപ്പർ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഇതെല്ലാന്നില്ല ഒരു ആ ഒരു എന്താണ് നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷനെ നിങ്ങൾക്ക് കട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഈ പോയിന്റ്സ് ഒക്കെ. സോ എല്ലാവരും ഇത് നന്നായി പഠിക്കുക. ഓക്കെ, പഠിക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഒന്നും കൂടി അലേർട്ട് ആയിരിക്കും, കൂടാണ്ട് എന്താണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നിങ്ങൾക്ക്. ഓക്കെ, എല്ലാ സബ്ജക്ട്സിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് വരും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമല്ല വേണ്ട, കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ മാറ്റിമറിക്കുക വേണ്ട. നമ്മൾ പഠിക്കുന്നതിനെ കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കുക. ഓക്കെ, സോ എന്തെങ്കിലും ഒരു പോയിന്റ്സ് നിങ്ങൾ വായിക്കുമ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയും അറിയാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.